കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി 35ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആശ്രാമ മൈതാനത്ത് മാന്തോട്ടമൊരുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റി തുടക്കം കുറിച്ചു. നമ്മുടെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 35ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് 35 മാവും തൈകൾ നടങ്ങുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. അതായത് ഈ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ വനവൽക്കരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മരം കൊണ്ടുവന്ന് നട്ടിട്ടാണ് മതി. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ഫലവൃക്ഷം നടുക എന്ന് പറയുന്നത് ഭാവിയിലേക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫലവൃക്ഷം നടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പരിപാലനവും മറ്റു കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഈ കുട്ടികളോടും യുവജനതയോടും ഉള്ള, അതായത് ഇതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഒരു തുടക്കം കൂടി ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊരു അവയർനെസ് ക്ലാസ് ആയിട്ട് നമുക്ക് അവയർനെസ് പോലെയാണ്. അപ്പോൾ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റും, അല്ലെങ്കിൽ അതിന് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവനവൻ തീരുമാനിച്ച് എൻ്റെ ജീവിതം നന്നാണോ, ഞാൻ ഇങ്ങനെ പോരുത് എന്ന് അവനവൻ തീരുമാനിച്ചാലേ പറ്റും. അപ്പോൾ എല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യുവത ഉൾക്കൊണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് ഉൾക്കൊണ്ട് നല്ല രീതിയിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും. 35ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ആശ്രാമ മൈതാനത്ത് 35 മാവിൻ തൈകൾ നട്ട് മാന്തോട്ടം ഒരുക്കുകയാണ് ഈ നിയമപാലകർ. ഞങ്ങളുടെ ഈ പ്രോഗ്രാം നടന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 35ാമത് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കേരളത്തിലെ വനമിത്ര, പ്രകൃതി സംരക്ഷണത്തിന് വനമിത്ര അവാർഡ് കിട്ടിയിട്ടുള്ള ഏക സംഘടനയാണ് ഈ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഈ ഫലപുഷ്ടമായ മാവ് നട്ടുകൊണ്ട് ഞങ്ങളൊരു മാതൃക കാണിക്കുന്നത്. അതിൻ്റെ സംരക്ഷണം കൂടി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആശ്രാമ മൈതാനത്ത് നിലവിലുള്ള മിയാവാക്കി ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം നട്ട വൃക്ഷങ്ങൾക്ക് അനുബന്ധമായുള്ള സ്ഥലം വൃത്തിയാക്കിയാണ് തോട്ടമൊരുക്കുന്നത്. വിവിധയിനം മാവ് വർഗ്ഗങ്ങളുടെ തോട്ടമാണ് ഒരുക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് തോട്ട നിർമ്മാണം നടന്നു വരുന്നത്. തിങ്കളാഴ്ച രാവിലെ ആശ്രാമ മൈതാനത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് IAS മാവിൻ തൈ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ യുവതയെ ലഹരി വസ്തുക്കളുടെ ഇഷ്ടക്കാരായി മാറുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പര്യാപ്തമാണെന്ന് കളക്ടർ പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി D ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. KPOA സംസ്ഥാന കമ്മിറ്റി അംഗം S ഷഹീർ സ്വാഗതവും ക്രൈംബ്രാഞ്ച് DYSP B വിനോദ് കുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. കൊല്ലം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സജീവ്, അഞ്ചാൽമൂട് SHO ജയകുമാർ R, KPOA ജില്ലാ സെക്രട്ടറി ജിജു C നായർ, KPA ജില്ലാ സെക്രട്ടറി വിമൽ കുമാർ, KPA സംസ്ഥാന നിർവാഹക സമിതി അംഗം വിനോദ് കുമാർ, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് ഷിനോദാസ് SR, KPOA വൈസ് പ്രസിഡന്റ് കണ്ണൻ D, ട്രഷറർ മനു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ്, സനോജ്, ജില്ലാ കമ്മിറ്റി അംഗം പ്രമോദ്, S അപ്പു തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലം SN കോളേജ്, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ, വിവിധ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. പ്രകൃതിയുടെ മുന്നോട്ടുള്ള പോക്കിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വൃക്ഷത്തൈകൾ നടുക എന്ന് പറയുന്നത്. അപ്പം ഫലഭൂയിഷ്ഠമായിട്ടുള്ള വൃക്ഷത്തൈകൾ നട്ട് നമ്മൾ ഈ പ്രോഗ്രാം. പറവകൾക്ക് ദാഹമകറ്റാനായി SPC കുട്ടികൾ നീർക്കുടങ്ങളും സ്ഥാപിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ സഹായത്തോടെ മാവിൻ തൈകൾക്ക് മുടങ്ങാതെ വെള്ളമൊഴിക്കുവാൻ വാട്ടർ ടാങ്കും ഗ്രൗണ്ടിൽ സ്ഥാപിച്ചു. 2019-20 വർഷങ്ങളിൽ സംസ്ഥാന വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരവും സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ അവാർഡും നേടിയ ഭാരതത്തിലെ ആദ്യ സർവീസ് സംഘടനയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റി. എല്ലാ കൂട്ടുകാർക്കുള്ള ഒരു സന്ദേശം, നമ്മൾ വൃക്ഷത്തൈകൾ വെച്ച് നടുക, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ലഹരിക്കെതിരെ പോരാടുമ്പോൾ നമ്മുടെ ഒരു ലഹരിയായിട്ട് ചെടികളെയും നമ്മളുടെ ജീവജാലങ്ങളെയും നമുക്ക് കൂട്ടാക്കാം. അങ്ങനെ നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാം. പേര് ആബൽ അനസ്. ഞാൻ ഗവൺമെൻറ് SSS വെസ്റ്റേലം സ്കൂളിലെ സീനിയർ SPC കേഡറ്റാണ്. ന്യൂസ് കേരളം 24.